ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. പാർട്ടിയിലെ തമ്മിലടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെ വിജയ സാധ്യതയെ ഒരു കാരണവശാലും ബാധിക്കരുത്. ഒന്നിച്ചു നിന്നാൽ ജയിച്ചു കയറാമെന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്ന് പറഞ്ഞു. ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ്. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് മുൻനിര നേതാക്കന്മാർക്ക് ഒരു ആത്മവിശ്വാസം വന്നതുപോലെയുണ്ട് ഈ പുതിയ നേതൃത്വം വന്നപ്പോൾ. SK അങ്ങനെ തന്നെയാണ്. ഈ നേതൃമാറ്റത്തിൽ ചില നേതാക്കൾക്ക് അവർക്ക് വേണ്ട കൂടിയാലോചന നടത്തിയില്ലെന്ന് ചില പരാതികളുണ്ടായിരുന്നു. ഈ പരാതിക്കിടെയാണ് പുതിയ ടീം ഇന്ന് AICC-യിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് പുതിയ ടീമിന് നൽകിയത്. K മുരളീധരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയ മുൻ അധ്യക്ഷന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവർ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, VD സതീശൻ ഉണ്ടായിരുന്നു, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം തന്നെ പുതിയ ടീമിന്റെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. തമ്മിലടി ഒരു കാരണവശാലും വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പാടില്ല. പാർട്ടി ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. വരുന്ന സർക്കാരിനെതിരായ ജനവികാരം അനുകൂലമാക്കാൻ കഴിയണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പുതിയ നേതാക്കൾക്ക് നൽകിയത്. എന്തായാലും പാർട്ടിക്കകത്ത് വലിയ അതൃപ്തി പുകയുന്നുണ്ട്. കാരണം പുതിയ നേതൃത്വത്തെ തീരുമാനിച്ചത് സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളോട് കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നുള്ളൊരു വികാരം അവർക്കിടയിലുണ്ട്. എന്തായാലും ഈ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി. പുതിയ ടീമിനെ പ്രഖ്യാപിക്കാനും അവർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആദ്യം DCC തലത്തിലുള്ള ഭാരവാഹികളായിരിക്കും തീരുമാനിക്കും. അതിനുശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി തലത്തിലുള്ള കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള നിർദ്ദേശം നൽകി. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും പാർട്ടി തെരഞ്ഞെടുപ്പ് മൂഡിലായി കഴിഞ്ഞുവെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഈ കൂടിയാലോചനയ്ക്ക് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും K സുധാകരൻ പങ്കെടുക്കാത്തതിൽ അദ്ദേഹം ചില അസൗകര്യം അറിയിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വിശദീകരിച്ചുവെങ്കിലും അതല്ല കാരണമെന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കായി തയ്യാറായി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും മുന്നണി വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നേതാക്കൾ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. താങ്ക് യു അജീഷ് ജയകുമാർ.